ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യനും താൻ ധരിച്ചതാണ് ശരി എന്ന ധാരണയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയപ്പെടുന്ന ഇവയെല്ലാം പരമസത്യമാണെന്നാണ് നാം ഓരോരുത്തരും ധരിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് തന്നെ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണല്ലോ. ഭൂമിയാവട്ടെ നിശ്ചലമായി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നു നേരെ മറിച്ചാണ്. സൂര്യൻ നിശ്ചലമായി നിൽക്കുകയും ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുകയെന്ന്. തിരിയുന്നു ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. എന്നിട്ട് ഭൂമി നിശ്ചലമായി നിൽക്കുന്നതായും സൂര്യൻ സഞ്ചരിക്കുന്നതായും നമ്മുടെ കണ്ണുകളെ കൊണ്ട് നാം കാണുന്നില്ലേ? അതെങ്ങനെ സത്യമായിട്ട് വരുമോ? അപ്പൊ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഇന്നത്തെ ഈ അവസ്ഥകൾ പരമസത്യമാണ് എന്ന് ധരിക്കുന്നത് സുബദ്ധമല്ല, അബദ്ധമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇവിടെ അജ്ഞാന ഘോരാന്ധകാരം ത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും ദേഹോഹഭാവം സജീവം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ഈ ശരീരമല്ല ആത്മാവാണ് എന്ന പരമസത്യം മറന്നിട്ട്. അതിന് കാരണം എന്താ? ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട്. അതാണ് അജ്ഞാന ഘോരാന്ധകാരം ഹൃത്തിൽ. അറിവില്ലായ്മയാകുന്ന അന്ധകാരം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വത്തിൽ. ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന അവയവം അല്ല ഇവിടെ ഹൃദയം എന്നത്. നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ആകത്തുകയ്ക്ക് ഒരു മുഴുവൻ വ്യക്തിക്കും അജ്ഞാന ഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ. അജ്ഞാനമാകുന്ന ഘോര അന്ധകാരം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്, മുറ്റിത്തഴക്കിച്ചു വളരുന്നു. അജ്ഞാന ഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും. നമ്മുടെ ഈ ശരീരം ദഹിച്ചു പോകുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നാൾ നമ്മുടെ ഈ ദേഹം ഒന്നുകിൽ മണ്ണിലേക്കിടും, അല്ലെങ്കിൽ അഗ്നിക്ക് നാം കൊടുക്കും. ഇത് തീർച്ചയായിട്ടും നാശത്തിന് വിധേയമാകും എന്നറിഞ്ഞിട്ടും ഞാൻ ഈ ദേഹമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന്. അജ്ഞാനഘോരാന്ധകാരം ഹൃത്തിൽ. നമ്മൾ വിചിന്തനം ചെയ്യണം. ഇത് വെറുതെ കേട്ടങ്ങ് പോയാൽ പോരാ. ഈ കേട്ട കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കണം, വിചാരം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചിന്താധാര എപ്രകാരത്തിലുള്ളതാണ്? ആ ധാരണയിൽ നിന്നും നാം തിരുത്തേണ്ടതല്ലേ എന്ന് നാം ബോധിച്ച് തിരുത്താൻ തയ്യാറാവണം. കേട്ടാൽ മാത്രം പോരാ. അതാണ് ശ്രവണം, മനനം, നിധിധ്യാസം എന്ന 3 ഘട്ടങ്ങളിലൂടെ നാം തരണം ചെയ്തു പോകണം. ആദ്യം ഇത് കേൾക്കണം, പിന്നീട് ആ കേട്ട കാര്യത്തെ ചിന്തിക്കണം, നമ്മൾ മനനം ചെയ്യണം. എന്നിട്ടത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധിച്ച് നാം അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് അനുഭവവേദ്യം ആവുകയുള്ളൂ. അതാണ് അജ്ഞാന ഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെങ്കിലും ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും. എല്ലാവർക്കും അറിയാം ദേഹം ദഹിക്കുന്നതാണെന്ന്. ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും
ദേഹോഹഭാവം സജീവം. ദേഹം ദഹിക്കുന്നതാണ് എന്ന് അറിയാമെങ്കിലും ഞാൻ ദേഹമാണെന്ന ചിന്ത സജീവമാണ്. അത് ഉറപ്പാണ്. ഞാൻ ദേഹം അല്ലെങ്കിൽ പിന്നെ പാരാ. ഇതല്ലേ നമ്മുടെ ധാരണ. എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ പേന എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ പേന എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പേനയല്ലല്ലോ, എൻ്റെ കണ്ണട എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ കണ്ണട എന്നിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ്. എനിക്ക് കണ്ണ് കാണാനുണ്ട്. എൻ്റെ കണ്ണിന് കാഴ്ച തരുന്ന ഉപകരണമാണ് കണ്ണട. അത് എൻ്റേതാണ്. അത് ഞാനല്ല വാസ്തവത്തിൽ. അതുപോലെ എൻ്റെ ശരീരം, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ തല എന്നൊക്കെ പറയുമ്പോൾ ഇത് എൻ്റേതാണ് സാധനം, ഇത് ഞാനല്ല. എന്നാൽ ദേഹം എൻ്റേതാണ്. പിന്നെ എങ്ങനെ ഈ ദേഹം ഞാനാണ്? ദേഹോഹം, ഞാൻ ദേഹമാണ് എന്ന ചിന്ത നമ്മളിൽ രൂഢമൂലമായി ഉറച്ചിരിക്കുന്നു. ആ ധാരണ നമ്മൾ തിരുത്തണം. വാസ്തവത്തിൽ ഞാൻ ദേഹമല്ല, ഒരിക്കലും നശിക്കാത്ത, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ പരമചൈതന്യമാണ് നാം ഓരോരുത്തരും. അതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ധരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ദേഹമാണ്. ദേഹമാകുമ്പോൾ നമ്മളൊക്കെ വ്യത്യസ്ത വ്യക്തികളാണ്. നാം സ്ത്രീയാണ്, പുരുഷനാണ്, കറുത്താണ്, വെളുത്തതാണ്, പ്രായമായതാണ്, പ്രായം കുറഞ്ഞതാണ്, ചെറുപ്പക്കാരാണ്, ഇത്യാദി ചിന്തകൾ സജീവമാണ്. ഇതൊക്കെ ദേഹത്തിൻ്റെതാണ്. അവ ദേഹോഹഭാവം ഉറപ്പിച്ച് കഴിയുകയാണ് നാം ഓരോരുത്തരും. അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാതും ദുരന്തത്തിനും കാരണം. ഈ ദേഹോഹഭാവം ഉണ്ടായ നാൾ മുതൽ നാം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ത്യകാലത്ത് ഭയവും പരിഭ്രമവും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം ഈ ശരീരം ദുർബലമായി, ഈ ശരീരം മരിക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മരിക്കുമല്ലോ എന്ന ധാരണയാൽ ഭയപരിഭ്രമങ്ങളോടെയും തൻ്റെ ബന്ധുമിത്രാദികളിൽ നിന്ന് തനിക്ക് വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന ഭയം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? ഈ ഭയം നമുക്കില്ലാതെ ആകണമെങ്കിൽ നാം ദേഹമല്ലെന്ന ബോധം നമ്മളിൽ ഉറച്ചിരിക്കണം. അതുറയ്ക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താധാരകൾ നമ്മൾ കേൾക്കുകയും ആ കേട്ടതിനെ ചിന്തിച്ചുറപ്പിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യണം. എങ്ങനെയാ പ്രായോഗികമാക്കുക? ഞാൻ ദേഹം അല്ല, ഞാൻ ആത്മാവാണ്. എന്നിലുള്ള ആ പരമചൈതന്യമാണ് എനിക്ക് നടക്കാൻ കഴിയുന്നത്. എന്നെ നടത്തുന്നതും എന്നെ ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഹൃദയത്തെ വെടിപ്പിക്കുന്നതും ആഹാരം കഴിപ്പിക്കുന്നതും കഴിച്ച ആഹാരത്തെ ദഹിപ്പിക്കുന്നതും അതിനെ ദഹിപ്പിച്ച് പുറന്തള്ളുന്നതും ഈ ശരീരത്തെ മുഴുവൻ നിലനിർത്തുന്നത് ആ ആത്മസ്വരൂപം ആണ്. അതിൽ നിന്ന് വേറെയല്ല ഞാൻ എന്ന ബോധം നിരന്തരമായ ആത്മവിചാരത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഉറച്ചു വരും. നമ്മൾ ഇതല്ല, ഈ ദേഹം എനിക്ക് ഇത് ജനിച്ചപ്പോൾ കിട്ടിയതാണ്, ഇതാണ് വളരുന്നതും തളരുന്നതും വൃദ്ധിക്ഷയങ്ങളോട് കൂടിയതുമാണ്, ഇത് നാം ഒരു നാൾ ഉപേക്ഷിക്കണം. എന്നാൽ ഇതെൻ്റെ ഉപകരണമാണ്, ഞാനിതല്ല എന്ന ധാരണ നമുക്ക് ഉറപ്പിക്കണം. അതാണ് അജ്ഞാനഘോരാന്ധകാരം ഹൃത്തിൽ മുച്ചൂടും മുറ്റിത്തഴക്കേ ദേഹം ദഹിക്കുന്നതാണെന്നറിഞ്ഞിട്ടും ദേഹോഹഭാവം സജീവം.